എന്ന് പറയില്ല, അത് അവരുടെ ഡിഫൻസാ. മക്കാരുടെ ഡിഫൻസാണ് ഉഹുദും കന്തക്കും. ഡിഫൻസിന് വേണ്ടി നടത്തിയ ഒരൊറ്റ യുദ്ധവും ഇസ്ലാമിൽ ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണ് അക്രമം നടത്തിയിരുന്നത് എന്നുള്ളതിന് ഈ ഒരൊറ്റ ഹദീസ് വായിച്ചാൽ മനസ്സിലാവും. എന്താണ്? ബനു മുസ്തലഖ് ഗോത്രക്കാർ അശ്രദ്ധരായി കഴിഞ്ഞുകൂടിയിരുന്ന സന്ദർഭത്തിൽ തിരുമേനി അവരെ ആക്രമിച്ചു. അവരുടെ ഒട്ടകങ്ങൾ അരുവിയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കൂട്ടത്തിലെ യോദ്ധാക്കളെ വധിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. അന്നാണ് ജുവൈരിയ തിരുവേനിയുടെ അധീനത്തിൽ വന്നത്. ഇവിടെ യോദ്ധാക്കൾ എന്നുള്ളത് ഇവരെ പരിഭാഷയിൽ തെറ്റുകൊടുത്താണ്. ആ പുരുഷന്മാരെന്നാണ് ഉള്ളത് ഹദീസിൽ. അപ്പൊ അശ്രദ്ധരായി കഴിയുന്ന സമയത്ത് പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ സുബൈവാഗ് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള സമയത്ത് നേരം വെളുക്കുന്നതിന്റെ മുമ്പ് പോയിട്ട് ഗോത്രം വളയുക, രാത്രിയിൽ സഞ്ചരിക്കുകയും പകൽ ഒളിച്ചിരിക്കുകയും സുപ്രഭാതത്തിൽ പോയി വളയുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ യുദ്ധ തന്ത്രം എന്നാണ് പറയുന്നത്. എല്ലാ യുദ്ധങ്ങളും അങ്ങനെ നടത്തിയില്ലേ? അശ്രദ്ധരായി കഴിയുമ്പോൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ആണോ? അല്ലല്ലോ, അത് ഡിഫൻസ് അല്ല. അവരെ അശ്രദ്ധരായി കഴിയാന്ന് പറഞ്ഞാൽ അവർ തീരെ പ്രതീക്ഷിക്കാതെ കഴിയുമ്പോഴാണ് അവരെ പോയി ആക്രമിക്കുന്നത്. ബനു നദീർ ഗോത്രക്കാരെ ഇനി എന്താണ് ഇസ്ലാം അനുസരിച്ച്, ഞാൻ IS ഇപ്പൊ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കുഞ്ഞാപ്പാക്ക സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് പെണ്ണുങ്ങളെ കച്ചവടാക്കുന്നത് എന്നൊക്കെ ഇവിടെ പറഞ്ഞു. അതൊക്കെ എങ്ങനെയാണ് IS എവിടുന്നാ കിട്ടിയതെന്നുള്ളത് ഞാൻ പറയാൻ പോവാ. എങ്ങനെയാണ് ഉപജീവന മാർഗം? ഈ പോകുന്നവർക്ക് അവിടെ എന്താ ആട് മേക്കലാണോ പണി? ആട് മേക്കാനല്ല അവർ പോണത്. അവരെന്തിനാ പോണത്? അവർക്ക് ഉപജീവന മാർഗം എന്താണ്? അവരുടെ ഉപജീവന മാർഗം ഉപജീവന മാർഗം എന്താണെന്ന് നബി 10 കൊല്ലം മദീനയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ കാണിച്ചു തന്നത്? ഉമ്മർ പറയുന്നു, ബനു നദീർ ഗോത്രക്കാരായ യൂതന്മാരുടെ സ്വത്തുക്കൾ തിരുമേനിക്ക് യുദ്ധത്തിൽ കൈവന്നതായിരുന്നു. അവ കരസ്ഥമാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിക്കേണ്ടി വന്നിരുന്നില്ല. നിരുപാധികം കീഴടങ്ങിയതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ആ സ്വത്തുക്കളുടെ വരുമാനം തിരുമേനിയുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുകയായിരുന്നു. തന്റെ ഭാര്യമാരിൽ ഓരോരുത്തർക്കും ഓരോ കൊല്ലത്തേക്ക് ചെലവിന് വേണ്ടത് അതിൽ നിന്ന് തിരുമേനി എടുക്കും. ബാക്കിയുള്ളത് ആയുധങ്ങളും യുദ്ധത്തിലേക്കും മൃഗങ്ങളെ ഒരുക്കുകാരുമായി ഉപയോഗിക്കുകയും ചെയ്യും. നബിയുടെ ഭാര്യമാർക്കൊക്കെ പാടെ ഒരു കൊല്ലത്തെ ചെലവിന് പറയുമ്പോൾ ചില്ലറയൊന്നും മതിയാവില്ല. അതിന്റെ പുറമെ ബാക്കിയുള്ളത് അടുത്ത യുദ്ധത്തിന് ഒരുക്കങ്ങൾക്ക് ചെലവാക്കുകയും ചെയ്യും. യുദ്ധം നടക്കാതെ കീഴടങ്ങിയാൽ സ്വത്ത് മുഴുവൻ അള്ളാഹ്ക്കും റസൂലിനും എന്നാ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം നടന്നിട്ടാണെങ്കിൽ 5-1 മാത്രമേ അള്ളാഹ്ക്ക് വേണ്ടുള്ളൂ, ബാക്കിയുള്ളത് ഓരി വെച്ചു കൊടുക്കുകയായിരുന്നു. ഇവിടെ യുദ്ധം ബനു നദീറിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇവർ പോയി വളഞ്ഞപ്പോ തന്നെ അവർ കീഴടങ്ങി. അതുകൊണ്ട് അവിടെ ഒട്ടകത്തിന് തളിക്കേണ്ടി വന്നില്ല, കുതിരയെ തളിക്കേണ്ടി വന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നബി പറഞ്ഞു, സ്വത്തൊന്നും നിങ്ങൾക്ക് ആർക്കില്ല, കാരണം യുദ്ധം നടന്നിട്ടില്ല, സ്വത്തല്ല അള്ളാഹ്ക്കുള്ളൊക്കെ മൂപ്പര് കൊണ്ടുപോകാൻ. അള്ളാഹ്ക്ക് ഇപ്പോ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ അത് മുഴുവൻ കൈക്കലാക്കിയിട്ട് അതിൽ നിന്ന് മൂപ്പരുടെ ഭാര്യമാരുടെയും കുടുംബങ്ങളുടെയും ജീവിത ചെലവിന് ഉപജീവനത്തിന് എടുക്കുകയും ബാക്കിയുള്ളത് അടുത്ത യുദ്ധത്തിന് ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു എന്ന് ബുഖാരിയുടെ ഹദീസിലാണ് പറയുന്നത്. ഇതൊന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇബ്ലീസിന്റെ ആൾക്കാർ എഴുതി വെച്ചതല്ല, ജൂതന്മാർ എഴുതി വെച്ചതല്ല. ആണെങ്കിൽ ഖുർആനും ജൂതന്മാർ എഴുതി വെച്ചത് തന്നെയാണ്. അപ്പൊ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ് ഞങ്ങളുടേതെന്ന് സമ്മതിച്ചോ? സമ്മതിക്കണില്ലേ? നിങ്ങളെ ശരിയാക്കുന്നതാണ്. ഇസ്ലാം സമാധാനത്തിന്റെ മതം അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോ എന്റെ കഴുത്ത് ഞങ്ങൾ വെട്ടുമെന്നാ പറഞ്ഞത്. അത്രയും സമാധാനമാണ് ഈ മതത്തില് ലോകത്തെവിടെയുള്ളത്. അപ്പോഴാണ് നമ്മൾക്ക് നേരെ ഒരു ആരോപണം, ഇവർക്കൊക്കെ ഇസ്ലാമോഫോബിയ ലോകത്താകെ ഇന്ന് ഇസ്ലാമിനെ എല്ലാവരും പേടിക്കുകയാണ് എന്നാരാ പറയണത്? ഇസ്ലാമിന്റെ ആൾക്കാരാ പറയണത്. കുറ്റം പറയാണ്, പേടിക്കുന്നവരെ കുറ്റം പറയാണ്. പിന്നെ പേപ്പട്ടി കടിക്കാൻ വരുമ്പോ പേടിച്ച് മണ്ടുന്നവരെ നമ്മൾ കുറ്റം പറയാം, പേടിച്ച് മണ്ടണു ഭീരു എന്ന്. ഇപ്പൊ ഞാൻ വായിച്ച ഖുർആനും ആയത്തും ഹദീസും ഒക്കെ പാടെ നിങ്ങൾ വായിച്ചാല് ഇസ്ലാമിനെ നിങ്ങൾ പേടിക്കില്ലേ? പേടിക്കണേ നമ്മളെ കുറ്റ. എന്തുകൊണ്ടാ പേടിക്കുന്നത്? ഇവർ പറയുന്നത് ഈ ഇസ്ലാമോഫോബിയ ഇപ്പൊ ഒരു സിയോണിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ്, അമേരിക്ക ഒബാമ വന്നിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. പിന്നെ ജബ്രകൾ ഉണ്ടാക്കുക എന്നാ പറഞ്ഞു. ഇസ്ലാമിലെ ഇസ്ലാമോഫോബിയ എപ്പോഴാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിനോട് പെറ്റ് വീണപ്പോ ഒപ്പം വീണ മറുപിള്ള ഉണ്ടല്ലോ, പ്ലാസന്റ, അതാണ് ഇസ്ലാമോഫോബിയ. ദാ ഹദീസ് വായിച്ചോളി. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോടുകൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ
ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഖജനാവുകളുടെ മുഴുവൻ താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു. തിരുമേനി പോയി കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഖജനാവിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അബൂ ഹുറൈറ നബിയുടെ കാലശേഷം പറയുകയാണ് ഈ ഹദീസിൽ. 5 കാര്യങ്ങളാണ് അള്ളാഹു അനുഗ്രഹമായിട്ട് എനിക്ക് തന്നത് എന്ന് നബി പറയുന്നുണ്ട്. എന്താണ് അതിലൊന്ന്? 1 മാസം യാത്ര ചെയ്യേണ്ട ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെ കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു. അല്ലേ, എത്ര ദൂരം? 1 മാസം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 1 മാസത്തെ ദൂരം വരുന്ന ഡിസ്റ്റൻസ് ഒരു റേഡിയസ് ആയിട്ട് മദീനക്ക് ചുറ്റും ഒരു വട്ടം വരച്ചാൽ ആ വട്ടത്തിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും പ്രവാചകനെ കുറിച്ചുണ്ടായിരുന്ന വികാരം എന്തായിരുന്നു? ഭയമായിരുന്നു എന്നാണ് ബുഖാരി നമ്മളോട് പറയുന്നത്. 1 മാസം യാത്ര ചെയ്യേണ്ടത് ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെ കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു അല്ലാഹ്. നമ്മൾ ഒരു പ്രവാചകൻ ലോകത്ത് അവതരിച്ചിരിക്കുന്നു, ലോകരക്ഷകനായി അവതരിച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ നമ്മളെല്ലാവരും ആ മനുഷ്യനെ സ്നേഹാദരങ്ങളോടെ സ്വീകരിക്കാൻ ബൊക്കയും പൂച്ചണ്ടുമായി കാത്തിരിക്കുന്നതിന് പകരം നമ്മൾ എവിടെയോ എന്തോ ഭീകര ജന്തു ഇറങ്ങിയിരിക്കുമ്പോ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരമായ ഭയമാണ് നമ്മളിൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഭയക്കുന്ന നമ്മുടെ കുറ്റമാണോ അതോ പ്രവാചകന്റെ കുറ്റമാണോ? നമ്മളാരും പറയുന്നതല്ല, ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് ഭയം. ഇനിയിപ്പോ അള്ളാഹ് എന്താ പറയണത്? കാഫറുകളുടെ മനസ്സുകളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ്, അതിനാൽ നിങ്ങൾ കഴുത്തിലും ഇല വെട്ടിക്കോളൂ. ഇത് ബദർ യുദ്ധം നടക്കുമ്പോ പറഞ്ഞതാ, സന്ദർഭമൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. ബദർ യുദ്ധം നടക്കുമ്പോ അള്ളാഹ് ഇറക്കിയ ആയത്താണ്. ആ കാഫറിങ്ങളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കും, ടെറർ ഇട്ടുകൊടുക്കും, ആ തഞ്ചം നോക്കി നിങ്ങൾ വെട്ടിക്കോ എന്ന് അള്ളാഹയാണ് പറയുന്നത്. സർവശക്തനാണ് അള്ളാഹ്. ഈ ബദർ യുദ്ധമൊക്കെ ഉണ്ടാകേണ്ടി വന്നത് ഈ മുശ്രിക്കുകൾ ഇസ്ലാം സ്വീകരിക്കാത്തതുകൊണ്ടാണ്, ഈമാൻ കിട്ടാത്തതുകൊണ്ടാണ്. സർവശക്തനായ അള്ളാഹ് ഈ പാവങ്ങളെ മനസ്സിൽ ഈ ടെറർ ഭയം ഇട്ടുകൊടുക്കുന്നതിന് പകരം ലേശ ഈമാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ പോലെ. ആ പാവങ്ങളുടെ മനസ്സിലേക്ക് ലേശ ഈമാൻ ഇട്ടുകൊടുത്തുകൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കിയിരുന്നെങ്കിൽ, സമാധാനത്തിന്റെ മാർഗത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നുവെങ്കിൽ ഈ മതം ഈ കോലത്തിലാകുമായിരുന്നോ? അപ്പൊ അള്ളാഹ് തന്നെ ഇതിന്റെ ആളാണ്. അള്ളാഹ് ഇട്ടുകൊടുക്കുന്നത് ഇതാണ്, ഈമാനല്ല, ടെററാണ് ഇട്ടുകൊടുക്കുന്നത്. എന്നിട്ട് വെട്ടാൻ പറയാണ്. ഒരു ബാപ്പ സ്വന്തം മക്കള് തമ്മിൽ എന്തെങ്കിലും പെൻസിലും കുറ്റിക്ക് വക്കാണം കൂടുമ്പോ ബാപ്പ കത്തി കൊണ്ട് എടുത്തു കൊടുത്തിട്ട് പറയാ, കുത്തടാ പോലെ ഇജ്ജ് കുത്തിയിട്ട് കൊള്ളണില്ലേ ഞാനും കൂടി തരാടാന്ന് പറഞ്ഞിട്ട് മൂപ്പരും കൂടി കൊടുത്ത് കുത്തിക്കൊള്ളുക മക്കളെ. ബാപ്പ, ആ ബാപ്പയാണ് ഈ അള്ളാഹ്. സ്വന്തം സൃഷ്ടികളോട് പറയാണ്, ഞാനും കൂടി തരാം, നിങ്ങള് കുത്തുമ്പോ കുത്തു കൊള്ളിച്ചത് ഞാനാണ്. ഇതാ അടുത്ത വായത്തതാ എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരെ കൊലപ്പെടുത്തിയത്. ഇതും ബദർ യുദ്ധത്തിൽ കൊന്നിട്ടതിന് ശേഷം പറയുന്ന ആയത്താണ്. കൊന്ന് ശവങ്ങൾ കൂടിക്കിടക്കുന്നിടത്ത് അള്ളാഹ് പറയുന്ന ആയത്താണ്. എന്താണ്? നിങ്ങളല്ല കൊന്നത്, നിങ്ങൾ വലിയ വേനിയൊന്നും നടിക്കണ്ട, കൊന്നത് അള്ളയാണ്. അപ്പൊ അള്ളാന്റെ പണി ഇതാ. സ്വന്തം സൃഷ്ടികൾ തമ്മിൽ വഴക്കുകൂടി വെട്ടി ചത്ത് വീണ് കിടക്കുമ്പോ ഞാനാണ് കൊന്നത് കൂട്ടരെ, നിങ്ങൾ വെട്ടിയപ്പോ വെട്ടുകൊള്ളിച്ചത് ഞാനാണ് എന്ന് വീമ്പ് പറയാണ് ഒരു ദൈവമെങ്കിൽ ആ ദൈവം പ്രപഞ്ച സൃഷ്ടാവോ അതോ വെറും ഒരു ഗോത്ര ദൈവമോ?